ഗൈസ്, ഇന്ന് നമ്മുടെ ജേണൽ കിറ്റ് മേക്കിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇന്ന് ഒരു ഡിസൈൻ പാറ്റേൺ പേപ്പറാണ് കേട്ടോ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു A4 ഷീറ്റിൽ വാട്ടർ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കളർ അടിക്കാം. പിന്നെ നമ്മളതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മളത് നിർത്തിയിട്ട് ആ വരയിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തെങ്കിലും ഡിസൈനായിട്ട് കട്ട് ചെയ്യണ കത്രികയുണ്ട്, അതേപോലത്തെ ഇങ്ങനെ ട്രയാങ്കിൾ പോലത്തെ അതുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അറ്റമല്ല 3 അറ്റം മാത്രം ചെയ്ത് ഒരറ്റം വിടണം കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് വേണം നമുക്ക് ആ വെട്ടാത്ത അറ്റം ഒന്ന് നമുക്ക് പശ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം മാത്രം വിടാൻ പാടില്ല. വലിയ ഭാഗമൊക്കെ വെട്ടിക്കോളൂ, പിന്നെ ചെറിയ ഭാഗം മാത്രം വെട്ടാൻ പാടില്ല കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടാം. എല്ലാം കൂടി നമുക്ക് എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് വെട്ടാത്ത ഭാഗമില്ലേ, വെട്ടാത്ത ഭാഗത്തിൻ്റെ അവിടെ നമ്മളൊന്ന് പശ തേച്ച് കൊടുക്കാം. ഫോണൊന്ന് ചെറുതായി വീണിട്ടുണ്ട്. പിന്നെ പശ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് അളവിൽ വെട്ടണം കേട്ടോ. ഞാൻ കറക്റ്റ് അളവിൽ വെട്ടാത്തതുകൊണ്ട് 3-4 പ്രാവശ്യം പശ തേച്ചിട്ടാണ് അത് ശരിയായത് കേട്ടോ. പിന്നെ കുറച്ച് പശയൊക്കെ തേച്ച് കൊടുക്കാം. ഈ ജേണൽ മേക്കിംഗ് കിറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇത് നമ്മുടെ പാർട്ട് 3 ആണ്. ഞാൻ പിന്നെ 2-3 ദിവസം മുമ്പ് പറഞ്ഞില്ലേ, ചെറിയ ബുക്ക് ഉണ്ടാക്കാൻ, മിനി നോട്ട്ബുക്ക് നല്ല ചെറുത് വേണമെന്നുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്നാലേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പക്ഷേ അത് 5-10 പ്രാവശ്യം തേക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ജേണൽ ചെയ്യുമ്പോൾ അതിലൊരു പീസ് എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും സൈഡിൽ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് വരികയാണ് കേട്ടോ. വരികയാണ്. പിന്നെ നമ്മുടെ അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. പക്ഷെ ഇത്തിരി കണ്ടോ വിട്ട് വരുന്നുണ്ട്. അതാണ് ഇത്തിരി പ്രോബ്ലം പറ്റിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബായ്.